എൻ്റെ കുടുംബത്തിനും കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് വസ്തുവില്ല. ഞാൻ ആറ്റുപുറമ്പോക്കിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 24 വർഷമായിട്ട് ആറ്റുപുറമ്പോക്കിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കാലം മുതൽ ഞാൻ എൻ്റെ മാതാവിനോട്, എൻ്റെ ഈശോയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിയാത്തില്ലാത്ത ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് സ്ഥലം മേടിക്കാൻ, ചേച്ചി സ്ഥലം നോക്കിക്കോ, ഞാൻ സ്ഥലം മേടിച്ച് തരാം എന്ന് പറഞ്ഞു. ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. ഈ വ്യക്തി ഒരു AEO. ആ മനുഷ്യൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സ്ഥലം കണ്ടു. സാറിനോട് വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് സ്ഥലം കണ്ടു, എൻ്റെ കയ്യിൽ പൈസ മേടിക്കാനില്ല, ചേച്ചി ഒന്നും വിഷമിക്കേണ്ട, ഞാൻ സ്ഥലം മേടിച്ച് തരാമെന്ന് പറഞ്ഞു. സാറ് 5,90,000 രൂപയ്ക്ക് 6.5 സെൻറ്റ് സ്ഥലം എനിക്ക് മേടിച്ച് തന്നു. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും കൃപയാലെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. 24 വർഷം കൊണ്ട് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പുറമ്പോക്കി കിടന്ന് എൻ്റെ വീട്ടിൽ 2 തവണ വെള്ളം കയറി, 2 തവണ ഇടിവെട്ടി, എല്ലാ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടും അന്നും കൈവിടാതെ എൻ്റെ ഈശോയോടും മാതാവിനോടും കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പ്രാർത്ഥന കൈവിട്ടില്ല. എൻ്റെ മാതാവ് അത്ഭുതകരമായിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ വ്യക്തിയിലൂടെ എനിക്ക് 6.5 സെൻറ്റ് സ്ഥലം മേടിച്ചു തന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് വീട് വയ്ക്കാൻ എൻ്റെ ഈ മാർഗ്ഗമില്ല. ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിതയാണ്. എനിക്ക് പൈസ ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ആ അവസ്ഥയിൽ ഞാൻ വെള്ളിയാഴ്ച ദിവസം ബൈബിൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. ആ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ചെന്നപ്പോൾ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആ ബ്രദറിനോട് എൻ്റെ മനസ്സ് പറയാം, ഈ ബ്രദറിനോടൊന്ന് പറയാം, എന്തായാലും മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാനൊന്നും ചിന്തിക്കാതെ ക്ലാസ് കഴിഞ്ഞു, അവിടെ നിന്ന് കാപ്പി കുടിയും കഴിഞ്ഞ് ഞാൻ ഈ ബ്രദറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ബ്രദർ ഇന്ന പോലെ എനിക്കൊരാളൊരു 6.5 സെൻറ്റ് സ്ഥലം മേടിച്ച് തന്നിട്ടുണ്ട്, എനിക്ക് വീട് വയ്ക്കാൻ നിവർത്തിയില്ല, അതിന് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞു. പിന്നെ ആ സംഘടനയിൽപ്പെട്ട അംഗങ്ങളും ആ ബ്രദറും കൂടെ പറഞ്ഞു, ആദ്യം തറ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിറ്റേ വെള്ളിയാഴ്ച എന്നോട് പറയുന്നു, ഞങ്ങളവിടെ വീട് വയ്ക്കണമെന്ന്. ഞാൻ എന്നിട്ട് ആ ബ്രദർ എന്നോട് സുവിശേഷ ഭാഗത്തിലെ ഒരു വചനം എടുത്തു തന്നിട്ട് പറഞ്ഞു, ഈ വചനം എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞു. ബ്രദർ എടുത്തു വന്ന ഭാഗം ഞാൻ എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിച്ചു. മാതാവിനോട് മുട്ടിപ്പായിട്ട് 2 നേരവും പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയോടും മാതാവിനോടും പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് ഈ വീട് വയ്ക്കുന്നതിന് ഒരു വചനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ മുന്നിൽ ആ വചനത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാതാവും ഈശോയും എനിക്കൊരു ഭവനം പണിത് തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇത് അത്ഭുതകരമായിട്ട് ഇപ്പോൾ അവർ പറയുന്നു, ഒരു വീട് വെച്ച് തരാമെന്ന് പറയുന്നു. അവിടെ മാതാവിൻ്റെ ഈശോയുടെ വലിയ അത്ഭുതമാണ്. എൻ്റെ കൃപാസനത്തിൽ അമ്മയുടെ വലിയ അത്ഭുതമാണ് അവിടെ നടന്നത്. അമ്മയെ കൈവിട്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് ഒരു ഭവനം വെച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ എനിക്ക് എൻ്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിന് പുറത്തായിട്ട് ചെറുതും വലുതുമായി 5 മുഴകളുണ്ടായിരുന്നു. എനിക്ക് നടുവേദന, വയറ്റുവേദന, ആശുപത്രി ചെന്ന് മരുന്ന് മേടിച്ചു, ഒരു കുറവുമില്ല. അവിടുന്ന് ഞാനിതുപോലെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഈ വയറുവേദനയും നടുവേദനയുടെയും കാര്യത്തിൽ എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം എഴുതിയിട്ടു. എൻ്റെ മാതാവേ, അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്ന, എൻ്റെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് എൻ്റെ ഈ മുഴകൾ പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന് ഞാൻ അമ്മ മാതാവിൻ്റെ മുന്നേ ഞാൻ വിശ്വസിക്കുന്നു. അമ്മ ആ മുഴകളെ എടുത്തു മാറ്റണമെന്ന് അമ്മയോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായ നടുവേദനയും വയറുവേദനയായി. പിറ്റേ ദിവസം ഞാൻ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം അത്ഭുതകരമായിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ച് പറയുന്നു, ഈ 6 മുഴകളും അത്ഭുതകരമായിട്ട് ചുങ്ങിപ്പോയിന്ന്. എൻ്റെ ഉള്ളിൽ ഇന്ന് ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യണം, ബ്ലീഡിങ് ഉണ്ടാകും, എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് ഞാനിവിടെ വന്നേച്ച് ഈ ഉടമ്പടിയും പുതുക്കി ധ്യാനവും കൂടിയിട്ട് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ആണ് സ്കാൻ ചെയ്യുന്നത്. ആ സ്കാനിങ്ങിൽ ഈ 6 മുഴകളും അത്ഭുതകരമായിട്ട് എൻ്റെ മാതാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നതായി കാണപ്പെട്ടു. അതിന് വലിയ ഒരു നന്ദി എൻ്റെ മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞിന് പരീക്ഷാ സമയത്ത് ഭയങ്കര തലവേദന, ഛർദി, അസ്വസ്ഥതകളെല്ലാം ഉണ്ടായി. പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള അവളെ ഏകദേശം ഒരു 20 മാർക്കിൻ്റെ പരീക്ഷയെ അവൾ എഴുതിയിട്ടുള്ളൂ. ബാക്കി അവൾക്ക് എഴുതാൻ പറ്റിയില്ല.
അവിടുന്ന് ഞാൻ പറഞ്ഞു, മോനെ, ഇവിടെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, അസ്വസ്ഥതയായി. ഞാൻ പറഞ്ഞു, മോനെ, ഒന്നുകൊണ്ടും നീ ഭയപ്പെടണ്ട, കൃപാസനത്തിൽ അമ്മ മോനെ കൈവിടുകയല്ല. അമ്മ മോനെ നിറകയിൽ ചങ്കോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ രൂപം മോനെ ചങ്കോട് ചേർത്ത് വെച്ച് അമ്മ പ്രാർത്ഥിച്ചല്ലേ മോനെ പരീക്ഷയ്ക്ക് വിട്ടത്. മോനെ അമ്മ പരീക്ഷിച്ചതാണ്. നിൻ്റെ വിശ്വാസവും പ്രാർത്ഥന എത്രത്തോളം ഉണ്ടെന്ന് മോനെ പരീക്ഷിച്ചതാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, നിൻ്റെ റിസൾട്ട് വരുമ്പോൾ നീ പാസ്സാകുമെന്ന് പറഞ്ഞു. റിസൾട്ട് +2 റിസൾട്ട് വന്നു. അവൾ ആ പരീക്ഷ, ആ ലാസ്റ്റിലെ പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കോടെ പാസ്സായി. അതുപോലെ എൻ്റെ കുഞ്ഞിന് മൂത്തവൾ തെലങ്കാനയിൽ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് അവൾ റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം ജോലിയൊന്നും കിട്ടുന്നില്ല. കേട്ടിട്ട് 2 തവണ എഴുതിയിട്ട് കിട്ടിയില്ല. ആ കേട്ടിട്ട് എഴുതി 2 തവണ എഴുതിയപ്പോൾ 1 തവണ 72 മാർക്ക്, 2ാമത്തെ തവണ 62 മാർക്ക്, 3ാമത്തെ തവണ നന്നായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയെ ചങ്കോട് ചേർത്ത് ഈശോയെയും മാതാവിനെയും ചേർത്ത് വെച്ച് നന്നായി അവളെ ഞാൻ പഠിപ്പിച്ച് എന്നിട്ടും അവൾ ലക്ഷ്യത്തിലെത്തുകയെന്നാണ് അവിടെ വിചാരിച്ച് പോയത്. ഞാൻ ആ പരീക്ഷ സമയത്ത് ഈ കാശ് രൂപ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. മോനെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വെച്ച് മാതാവിൻ്റെ രൂപം വെച്ച് മോൻ പ്രാർത്ഥിച്ചു. മോൻ അത്ഭുതകരമായിട്ട് ഈ കേട്ടിട്ട് പരീക്ഷയിൽ ഈ തവണ നീ പാസ്സാകുമെന്ന് പറഞ്ഞു. ആ പരീക്ഷ എഴുതിയതിൽ ഏറ്റവും നല്ല മാർക്കോടെ എൻ്റെ കുഞ്ഞ് ഈ കേട്ടിട്ട് പരീക്ഷ പാസ്സായി. ഇന്ന് അവളെ അവിടെ പാലാ രൂപതയിൽ നിന്നും അവളെ കോപ്പറേറ്റീവ് നിന്ന് വിളിച്ചു. അവൾ സ്കൂളിൽ ജോലിയിലേക്ക് പ്രവേശിച്ചു. നന്നായിട്ട് ജോലി ചെയ്യുന്നു, ഒരു കുഴപ്പവും കൂടാതെ. അമ്മ മാതാവിൻ്റെയും കൃപ, ഈശോയുടെയും നാമത്തിൽ എൻ്റെ കുഞ്ഞിന് അത്ഭുതങ്ങളെ ഒരുപാട് പ്രവർത്തിച്ചു. എനിക്ക് ചെറുതും വലുതുമായ എൻ്റെ കൃപാസന അമ്മ മാതാവിൻ്റെ അരികെ വന്നതിന് ശേഷം ഒരുപാട് അത്ഭുതങ്ങളും കാരുണ്യങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥന കൈവിടാതെ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. നിങ്ങൾക്ക് അമ്മ മാതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നു. നിങ്ങൾ പ്രാർത്ഥന കൈവിടരുത്. പ്രാർത്ഥന മുന്നോട്ട് ശക്തിപ്പെട്ട് കൃപാസന അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെയും മാതാവിൻ്റെയും വലിയ പദ്ധതി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു. നിങ്ങൾ കൃപാസന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് അത്ഭുതം, കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.